തഹാവൂർ ഹുസൈൻ റാണയുടെ അറസ്റ്റിന് പിന്നാലെ, ഇന്ത്യയിലെത്തിച്ചതിന് പിന്നാലെ വീണ്ടും മുംബൈ ഭീകരാക്രമണം വലിയ ചർച്ചയാവുകയാണ്. ഗാന്ധിവധത്തിന് ശേഷം എപ്രകാരം RSSനെ ഇല്ലായ്മ ചെയ്യാനും മാറ്റി നിർത്താനും ഉള്ള ശ്രമം ഉണ്ടായോ, അതുപോലെ ഈ ഭീകരാക്രമണം RSSന്റെ തലയിൽ കെട്ടിവെച്ച് RSSനെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാം എന്നൊരു ദിവാസ്വപ്നം കണ്ടിട്ടാണ് ചില രാഷ്ട്രീയ ശക്തികൾ, കോൺഗ്രസ് അടക്കം, ഇറങ്ങി പുറപ്പെട്ടത്. അതിൻ്റെ പേരിൽ വലിയ ചർച്ച ഉണ്ടായി. ഹൂ കിൽഡ് കർക്കറെ എന്നൊക്കെ പറഞ്ഞ് പുസ്തകം എഴുതുകയും വലിയ രീതിയിൽ ഈ ഇതിൽ ആസൂത്രണം BJPയുടെ തലയിലും സംഘപരിവാറിൻ്റെ തലയിലും കെട്ടിവെക്കാൻ ഉള്ള ശ്രമം ഉണ്ടായി. ഈ അജ്മൽ ബീർ കസബിനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ഒരു പരിധിവരെ വിശ്വസിപ്പിക്കാനും കഴിഞ്ഞാൽ. എങ്ങനെ നോക്കിക്കാണുന്നു ഈ സമകാലീന സംഭവങ്ങളെല്ലാം അടിസ്ഥാനത്തിൽ? ഞാൻ അതിൻ്റെ ആദ്യ ഘട്ടത്തിലേക്ക് വരാം. താങ്കൾ പറഞ്ഞ RSSനെ ഇല്ലാതാക്കാൻ നോക്കിയത്. RSSനെ എല്ലാ കാലത്തും ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം, RSS ഇപ്പോൾ 100 വർഷം തികയാൻ പോകുന്നൊരു സംഘടനയാണ്. അപ്പം ഈ രാജ്യത്ത് തന്നെ അത്ര ശക്തമായി പ്രവർത്തിക്കാൻ സാധിച്ച്, പ്രത്യേകിച്ച് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ സാധിച്ച ഒരു സംഘടന വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, RSSൻ്റെ ആശയം എന്ന് പറയുന്നത് RSS ഒരു സംഘടനയായി നിൽക്കണം എന്നതല്ല. RSSൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ, ഒരു കാലത്ത് ഈ നാഷണലിസം എന്ന കോൺസെപ്റ്റ് ആളുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും RSS എന്ന് പറഞ്ഞൊരു സംഘടനയായി ഇരിക്കുകയും ചെയ്യരുത് എന്നാണ് RSS പോലും ആഗ്രഹിക്കുന്നത്. കാരണം നാഷണലിസം ആസ് എ കോൺസെപ്റ്റ് എല്ലാവരും വിശ്വസിക്കുക, നാഷണലിസം എന്നൊരു കോൺസെപ്റ്റിനെ ആളുകളിലേക്ക് എത്തിക്കുക, അതിനെ എന്താ പറയുക ഏറ്റുപിടിച്ച് ആളുകൾ ജീവിക്കാൻ തുടങ്ങുന്ന ഒരു കാലത്ത് RSS വേണ്ട എന്നതാണ് RSSൻ്റെ ആഗ്രഹം തന്നെ. അപ്പോൾ RSSൻ്റെ ഒരു വിഷൻ നോക്കുകയാണെങ്കിൽ അതായിരുന്നു എല്ലാ കാലത്തും. അപ്പം നാഷണലിസം എന്നൊരു കോൺസെപ്റ്റ് ഉറച്ചു നിൽക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അതൊരു ഇമ്പോസിബിൾ കാര്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ ചർച്ച ചെയ്യാം. കാരണം RSSനെ ബാൻ ചെയ്തിട്ടില്ലേ, ഈ സംഘപരിവാറിനെ ഗാന്ധി വധവുമായി ടാഗ് ചെയ്യാൻ നോക്കുക, അതൊക്കെ ഹിന്ദു മഹാസഭയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ രാഷ്ട്രീയവും മനസ്സിലാക്കാത്ത ആളുകൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പം RSSനെ അനാവശ്യമായി ടാഗ് ചെയ്യാൻ നോക്കുന്നതും RSSൻ്റെ ബാനിനെ ഡിസ്കസ് ചെയ്യുക, ഇങ്ങനെ പറയച്ച പല രാഷ്ട്രീയ പാർട്ടികളും ബാനായിട്ടില്ലേ. അപ്പം അവരെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം ഇത് രാഷ്ട്രീയ ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എതിരാളിയില്ലാത്തൊരു ചർച്ചയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നില്ല. പക്ഷേ RSSനെ ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഒരു ISIൻ്റെ ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു, അവരുടെ ഒരു ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു, അവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ഇതിൻ്റെ പിറകിൽ. അപ്പോൾ അവരാഗ്രഹിച്ചതാണ് ഇവിടുത്തെ ഹിന്ദുക്കളുടെ തലയിലേക്ക് ഇത് കെട്ടിവെച്ച് കൊടുക്കണം, ഇതിനൊരു വർഗീയ കലാപത്തിലേക്ക് എത്തിക്കണം, അങ്ങനെയുള്ള. കാരണം അവർക്ക് ഒരു പക്ഷേ എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം പ്രത്യേകിച്ച് മുംബൈൻ്റെ ഒരു പൊളിറ്റിക്സ് നോക്കിയാൽ മനസ്സിലാവും. ഈ മറ്റേ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്ന സമയത്ത്, മുംബൈ ബോംബ് ബ്ലാസ്റ്റിൻ്റെ സമയത്ത് ഞാൻ ഓർക്കുന്നു, ശരത് പവാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് അദ്ദേഹം പിന്നീട് മീഡിയയിൽ പോയി പറഞ്ഞൊരു കാര്യമാണ്, 12 അല്ല 13 ബോംബ് ബ്ലാസ്റ്റ് നടന്നു. അതിൽ പ്രത്യേകിച്ചും 13ാമത്തെ ബോംബ് ബ്ലാസ്റ്റ് നടന്നത് ഒരു മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ്. അപ്പം ഹിന്ദു തീവ്രവാദികളുണ്ട് എന്ന രീതിയിലേക്ക് അതിനെ മാറ്റിമറിക്കുകയും 12 ബോംബ് ബ്ലാസ്റ്റിനെ 13 ബോംബ് ബ്ലാസ്റ്റ് ആക്കി മാറ്റിയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നും ഇവിടെ ഒരു മൈനോറിറ്റി അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സിന് വലിയ സ്കോപ്പ് ഉണ്ടെന്നും മനസ്സിലാക്കിയിട്ടാണ് ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് പുറത്തുള്ള ശക്തികൾ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവരുടെ സ്ട്രാറ്റജി പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് മനസ്സിലാക്കിയിട്ട് ഇവിടെ എങ്ങനെ നമുക്കൊരു ഹിന്ദു എലിമെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓപ്പോസിഷൻ അതിനെ എങ്ങനെ പിടിക്കും. അല്ലെ, അന്ന് ഭരിക്കുന്ന ആളുകളാണ്. അപ്പം അന്ന് ഭരിക്കുന്നവർ അതിനെ തീർച്ചയായിട്ടും ഹിന്ദുക്കളുടെ തലയിൽ കെട്ടിവെക്കാൻ അവർക്ക് സുഖമാണെന്ന്. അതൊരു വലിയ ഇൻ്റലിജൻസ് ഫെയിലിയർ ആയിരുന്നു എന്ന കാര്യം സമ്മതിക്കേണ്ടതാണ്. എല്ലാ തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു സ്റ്റേറ്റ് മെഷീനറിയുടെ ഫെയിലിയറാണ്, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് നെറ്റ്വർക്കിൻ്റെ ഫെയിലിയറാണ്. അതൊക്കെ തന്നെ ഗവൺമെൻറ് ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതുവരെ കൃത്യമായിട്ട് അവരുടെ ഭാഗത്തു നിന്നൊരു റെസ്പോൺസ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അവരുടെ സ്പോക്സ് പേഴ്സൺസ് ആണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അവരെ തന്നെ വിമർശിക്കുന്ന മനീഷ് തിവാരിയെ പോലുള്ള നേതാക്കളൊക്കെ പുസ്തകങ്ങളിൽ അത് എഴുതി വിടുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും കോൺഗ്രസിന് അതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള താല്പര്യം ഇപ്പോഴും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോഴും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, റാണയെ എക്സ്ട്രഡിറ്റ് ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റാണ് ചിദംബരത്തിന് വേണ്ടത്. അല്ലാതെ ഇത്ര വലിയൊരു ഫെയിലിയർ ഉണ്ടായി, അത് ഞങ്ങൾ എന്താ പറയുക, അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ പറയേണ്ടതാണ്, അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരാണ് ഞങ്ങൾ എന്ന് പോലും ചിദംബരം പറയുന്നില്ല. പക്ഷേ ഈ റാണയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കും കൂടെ വേണം, ഞങ്ങളും കൂടെ അതിൻ്റെ ഭാഗമായിരുന്നു, ഞങ്ങൾ തുടങ്ങി വെച്ച കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരിപ്പം മുന്നോട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇവർ തുടങ്ങി വെച്ച് വന്നത് ഓക്കെ, പക്ഷേ 2011 റാണയെ അവിടുത്തെ കോടതി കൺവിക്റ്റ് ചെയ്യുന്നില്ല. പിന്നീട് നരേന്ദ്രമോദി സർക്കാരാണ് ഇതിൻ്റെ പിറകിൽ എന്താ പറയുക, അവിടുത്തെ അതോറിറ്റീസിനെ, US അതോറിറ്റീസിനെ കൺവിൻസ് ചെയ്യുകയും റാണയുടെ ഇതിലെ പങ്ക് മനസ്സിലാക്കുകയും NIAക്ക് ഒരു ആക്സസ് കിട്ടുകയും കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നത്. അപ്പം ഈ ഗവൺമെൻറ്റിനെ തീർച്ചയായിട്ടും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. മാത്രമല്ല, ഈ ഇവിടുത്തെ ഈ പറഞ്ഞ പോലത്തെ ഒരു മൈനോറിറ്റി അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സ്, അത് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ബറാക്ക് ഒബാമയുടെ പുസ്തകത്തിൽ പോലും ഈ പറഞ്ഞ പോലെ മുംബൈ ടെറർ അറ്റാക്കിൻ്റെ ഒരു ആംഗിളിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്.
ഇവിടുത്തെ പൊളിറ്റിക്കൽ ഡൈനാമിക്സ്, അതിലെ മൈനോറിറ്റി അപ്പീസ്മെൻറ്റ്, ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം ലോകത്തുള്ള എല്ലാ നേതാക്കൾക്കും അല്ലെങ്കിൽ നമ്മളെ നോക്കിക്കാണുന്ന ആളുകൾക്കൊക്കെ തന്നെ അറിയാം ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ നമുക്ക് മാത്രം അറിയില്ല. ഇവിടെ നമ്മളിപ്പോഴും ഈ സെക്യുലറിസം അല്ലെങ്കിൽ സെക്യുലറിസം തീർച്ചയായിട്ടും വേണം, പക്ഷേ മൈനോറിറ്റി അപ്പീസ്മെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം അപ്പീസ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് എന്തിനാണ്? ഇനി നിങ്ങൾ മൈനോറിറ്റി അപ്പീസ്മെൻറ്റ് തന്നെ എടുത്തോളൂ. അങ്ങനെയാണ് ഇവിടെ പാർസീസ് ഉണ്ട്, ജൂസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ മറ്റ് പല മതത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രിവിലേജ് ഏതോ ഒരു മതത്തിന് മാത്രം ചാർത്തി കൊടുക്കുന്നത് എന്തിനാണ്? അപ്പം ആ ഒരു ഇക്വേഷൻ എന്തിനാണ് ഈ രാജ്യത്ത് കൊണ്ടുവരുന്നത്? ഇപ്പോൾ വഖഫിൻ്റെ പ്രശ്നമൊക്കെ വന്നു, അതിലൊക്കെ ഒരു പ്രത്യേക മതത്തിനുള്ള വലിയ സപ്പോർട്ടിൽ ഇറങ്ങിത്തിരിക്കുകയാണ് ഇവിടുത്തെ അവെയർ ആയിട്ടുള്ള നേതാക്കളും എല്ലാവരും തന്നെ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിച്ചിട്ട് ഈ നാടിനെ നശിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് വളരെ സിമ്പിളായിട്ട് ചോദിക്കാനുള്ളൊരു കാര്യം. കോൺഗ്രസ് അതിൻ്റെ സ്വഭാവം തീവ്രവാദത്തിനെ വളർത്തിക്കൊണ്ട് സ്വയം വളർന്നു വന്ന ഒരു പാർട്ടിയായിട്ടാണ് എനിക്ക് അങ്ങനെ വിമർശനാത്മകമായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. കാരണം കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ദീപാവലിക്ക് പടക്കം പൊട്ടുന്ന പോലെയാണ് ഇന്ത്യയുടെ ഓരോരോ നഗരത്തിലും ബോംബ് ബ്ലാസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഭീകരാക്രമണം, ബോംബാക്രമണങ്ങൾ, സ്ഫോടനങ്ങൾ, ഭീകര സംഘങ്ങളുടെ പ്രവർത്തനം, കാശ്മീരിനെ ഇളക്കി മറിച്ചുകൊണ്ട് നിരന്തരമായി ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾ, നമ്മുടെ സൈനികരുടെ ജീവൻ പൊലിഞ്ഞത്, യുദ്ധങ്ങളിൽ പോലും ഇത്രയും പൊലിഞ്ഞിട്ടില്ല. പക്ഷേ ഭീകരാക്രമണങ്ങളിൽ അത്രയേറെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സ് അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുമ്പോഴാണ് ഭീകരാക്രമണം മുംബൈയിൽ നടക്കുന്നത്. അത് ഹിന്ദുവിന്റെ തലയിൽ അജ്മൽ നബീർ കസബിന്റെ കയ്യിൽ ഒരു ചരടുണ്ടായിരുന്നു. തീവ്രവാദി ആക്രമണം, ഹിന്ദുക്കളാണ് ആക്രമിച്ചത് എന്നാണ്. അന്ന് തുക്കാരാം ഗോപാൽ ഓംബാലെ എന്ന് പറയുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥൻ സ്വന്തം ജീവൻ കൊടുത്ത് 30ഓളം ബുള്ളറ്റുകൾ ശരീരത്ത് കയറിയിട്ടും കസബിനെ പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഈ സത്യം തെളിഞ്ഞത്. അപ്പോൾ ഈ ഇന്റലിജൻസ് ഫെയിലിയർ ഒന്നും മാത്രമല്ല, ഇതിനകത്ത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അയഞ്ഞു കൊടുക്കൽ കൂടി എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഒരു അയഞ്ഞു കൊടുക്കൽ കൂടി ഇതിന്റെ ഭാഗമായി. അന്നത്തെ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നുള്ള അന്തുലെ പറഞ്ഞത് ഇതൊരു ഹിന്ദു ടെറർ അറ്റാക്കാണ്, ഹിന്ദുക്കളാണ് ഇത് ചെയ്തത് എന്നൊരു നരേഷൻ അവരങ്ങ് പുഷ് ചെയ്തു. അപ്പം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് വലിയ രീതിയിലൊരു ഹിന്ദു ടെറർ അറ്റാക്കാണ്, അല്ലെങ്കിൽ ഒരു ഹിന്ദു ഓർഗനൈസ്ഡ് അറ്റാക്കാണ് എന്ന രീതിയിലേക്ക് മാറ്റിമറിക്കാൻ വലിയൊരു ശ്രമം ഉണ്ടായിരുന്നു. അതില്ലാതെ പോയത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ആ പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ജീവൻ പണയം വെച്ചിട്ട് അജ്മൽ കസബിനെ പിടിച്ചതുകൊണ്ടാണ്. അജ്മൽ കസബിനെ പിടിച്ചതിന് ശേഷം അജ്മൽ കസബിന് വേണ്ടി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അജ്മൽ കസബിന് ഈ ഒരു വധശിക്ഷ വിധിച്ചപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് ഒരു ഹ്യൂമാനിറ്റി അപ്പീൽ, അല്ലെങ്കിൽ ഈ ശിക്ഷ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ആരൊക്കെയാണ്? അരുണ റോയ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹർഷ് മന്ദാർ, ഈ ആളുകളാണ്. ഇവരാരായിരുന്നു? മൻമോഹൻ സിംഗിൻ്റെ ഒരു അഡ്വൈസറി കൗൺസിൽ ഉണ്ടായിരുന്നല്ലോ, ആ കൗൺസിലിൻ്റെ മെമ്പേഴ്സ് ആയിരുന്നു ഇവർ. അപ്പോൾ അഡ്വൈസറി കൗൺസിലിൽ 2006 വരെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പോലും, അത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു ലെഫ്റ്റ് ടു സെൻറ്റർ പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു അപ്രോച്ച് ഇങ്ങനെയായിരുന്നു ഈ ഒരു കേസിനോട്. അജ്മൽ കസബിനെ വധശിക്ഷ കൊടുക്കരുത് എന്ന രീതിയിൽ ഉള്ള മേഴ്സി പെറ്റീഷൻ, ആ മേഴ്സി പെറ്റീഷൻ സൈൻ ചെയ്യുന്ന ആളുകളിൽ പെട്ട ആളുകളാണ് ഇവരൊക്കെ തന്നെ. ഇവരായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയുടെ അഡ്വൈസേഴ്സൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഞാൻ ഇതിനൊരു ഹിന്ദു മുസ്ലിം ഇക്വേഷൻ ബാലൻസ് ചെയ്യാന്ന് പറയില്ല, ബട്ട് ഹിന്ദുവിനെ ടാർഗറ്റ് ചെയ്യുക എന്നതൊരു വലിയ ലക്ഷ്യമായിരുന്നു. അപ്പം ഹിന്ദുക്കളെ എപ്പോഴും ഈസി അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് കാരണം അവിടെ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാവില്ല. ഒന്നാമതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അല്ല. ഈ പറഞ്ഞ പോലെ മറ്റ് അബ്രഹാമിക് കമ്മ്യൂണിറ്റീസിനെ പോലെ ഒരു ഒന്നിച്ചൊരു സംഘടനയോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളോ അങ്ങനെ സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു ഹിന്ദു ഒരു വികാരമായിട്ട് മാറുന്ന കാര്യമല്ല, ഒരു പൊളിറ്റിക്കൽ വികാരമാകുന്നില്ല, ഒരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റിലേക്ക് മാറില്ല. അപ്പം ഇപ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ഒരു മതനേതാവിന് വേണമെങ്കിൽ എല്ലാവരെയും ഒന്ന് സമൺ ചെയ്തിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും, അതിനൊരു പൊളിറ്റിക്കൽ രീതിയിലേക്ക് മാറ്റാൻ പറ്റും, അതിനൊരു പൊളിറ്റിക്കൽ നരേഷനാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അവരവരുടെ രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് മതത്തിന് വേണ്ടിയിട്ട് നിൽക്കും. പക്ഷെ അങ്ങനെയല്ല ഹിന്ദുവിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതിനെ മുതലെടുക്കാനാണ് എല്ലാ കാലത്തും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നോക്കിയിട്ടുള്ളത്. അത് കോൺഗ്രസ് എല്ലാ കാലത്തും നോക്കിയിട്ടുണ്ട്. ഞാൻ ഈ അന്നത്തെ കാര്യങ്ങളൊന്നും പറയണ്ട. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഈ കോൺഗ്രസിൻ്റെ ഒരു നേതാവുണ്ട്, വിജയ് വഡറ്റിവാർ, മഹാരാഷ്ട്രയിലെ. അദ്ദേഹം അന്നത്തെ MVAയുടെ ഈ 24 വരെ 24 വരെ MVAയുടെ ഓപ്പോസിഷൻ ലീഡറായിരുന്നു. അദ്ദേഹം ഈ അടുത്താ പറഞ്ഞത്, അതായത് മുംബൈ ടെറർ അറ്റാക്കിൽ മരിച്ച നമ്മുടെ ATSന്റെ ചീഫ് ഹേമന്ത് ഖർക്കറെ, അദ്ദേഹത്തെ കൊന്നത് RSSുമായി ബന്ധമുള്ള ഏതെങ്കിലും ഒരു പോലീസുകാരനാണ് എന്ന രീതിയിലേക്കൊക്കെ ഇവർക്ക് നരേഷൻ മാറ്റാൻ ഇപ്പോഴും താല്പര്യമുണ്ട്. അന്ന് പറഞ്ഞത് ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ മറക്കാം. പക്ഷെ ഇന്നും അവരത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രൂരമായ ഒരു മനസ്സിന്റെ ഉടമ ആയതുകൊണ്ടാണ്
അങ്ങനെ പറയുന്നതെന്നുള്ള യെസ്, ഈ കസബിന്റെ വെടിയേറ്റിട്ടാണ് ഈ 3 ഓഫീസർമാര് അതെ, ഒരു 3 4 പേര് അതിനെയാണ് ഇതുപോലുള്ള എന്താ പറയുക ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ വന്നിട്ട് പറയുന്നത് അത് അങ്ങനെയൊന്നുമല്ല, അജ്മൽ കസബിന്റെ വെടിയേറ്റിട്ടല്ല, ഇത് RSSുമായി ബന്ധമുള്ള ഏതൊരു പോലീസുകാരനാണ് ചെയ്തത് എന്ന രീതിയിലൊക്കെ ഈ നരേഷനെ മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ അന്നത്തെ ആർമി അല്ല, എയർഫോഴ്സ് എയർ ചീഫ് മാർഷൽ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ ഇപ്പം അടുത്ത് പറയുകയുണ്ടായി. കാരണം അന്ന് അവർ ആഗ്രഹിച്ചിരുന്നു ഒരു കൗണ്ടർ അറ്റാക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് അതിന് തയ്യാറായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയാണ് അതിന് സ്റ്റോപ്പ് ചെയ്തത്. മൻമോഹൻ സിംഗ് അതിന് സമ്മതിച്ചില്ല, ഒരിക്കലും അത് ആയി മുന്നോട്ട് പോകാൻ അനുവദിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ബ്ലോക്സ് അവർ ക്രിയേറ്റ് ചെയ്തു, ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഫ്രണ്ട്ലിനെസ് പാകിസ്ഥാനോട് കാണിച്ചു. അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നത് കോൺഗ്രസ് ഇപ്പോഴെങ്കിലും ഒന്ന് പറയണം. കാരണം ഇത്രയും വലിയ വലിയ സംഭവങ്ങൾ നടന്നിട്ടും അവരൊരു പക്ഷേ എമ്പുരാൻ സിനിമ വരുമ്പം ചിലപ്പം ഗോദ്ര ചർച്ച ചെയ്യുന്ന ആ ഒരു വീര്യത്തോടു കൂടി ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത്? ഇത് നമ്മുടെ രാജ്യത്ത് ബാധിച്ച വിഷയമല്ലേ? അതെ, വളരെ ഗുരുതരമായിട്ട്. തീർച്ചയായും. പക്ഷെ ഇന്നാണ് അങ്ങനെ ഒരു അതിക്രമത്തിന് പാകിസ്ഥാൻ മുതിരുന്നതെങ്കിൽ പാകിസ്ഥാൻ ബാക്കി ഉണ്ടാവുമോ എന്നുള്ളതും സംശയമായേനെ. തീർച്ചയായും. കാരണം ഞാൻ അതിനെ കാണുന്നത്, നമ്മൾ എപ്പോഴൊക്കെ പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചു, ഇപ്പോൾ ഉറി ആണെങ്കിലും പുൽവാമ ആണെങ്കിലും ഒക്കെ തന്നെ, അതിൻ്റെ കൗണ്ടർ അറ്റാക്ക് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അത് ലോകത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിരുന്നു ബേസിക്കലി. അത് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യാന്നതിലുപരി ഇന്ത്യയിൽ ഒരു ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ഒരു സ്ട്രോങ് മെസ്സേജ് ആയിരുന്നു അത് ലോകം അംഗീകരിക്കുകയും ചെയ്തു, അത് വലിയ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അന്ന് ലോകം നോക്കി നിൽക്കുകയായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം എന്താണെന്ന്. അന്ന് നമ്മൾ പോയിട്ട് എന്താ പറയുക, ഒരു ട്രീറ്റി സൈൻ ചെയ്തു, അതിൽ ബലോചിസ്ഥാനിൽ ഇന്ത്യയുടെ പ്രസൻസ് ഉണ്ടെന്ന് പാകിസ്ഥാൻ പറയുകയും നമ്മളതിൽ ഒപ്പുവെച്ച് വരികയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയ്ക്ക് വീക്കായ ഒരു ഗവർണൻസ് മോഡൽ കാഴ്ചവെച്ച സർക്കാരിലെ ആളുകളാണ് ഇന്ന് ഇത്ര ഗംഭീരമായിട്ട് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നാഷണൽ സെക്യൂരിറ്റി ലെവലിലാണെങ്കിലും നമ്മുടെ വളർച്ചയിലാണെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞ പോലെ മൈഗവിൻ്റെയൊക്കെ ഭാഗമായി പ്രവർത്തിച്ചാണ്. അപ്പോൾ മൈഗവ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു ആദ്യമായിട്ടൊരു കോൺസെപ്റ്റാണ്. കാരണം ഈ രാജ്യത്ത് ഇത്രയും കാലം എത്രയോ സർക്കാരുകൾ ഭരിച്ചിട്ട് പോലും സിറ്റിസൺ എൻഗേജ്മെൻറ്റ് എന്നത് ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ഈ രാജ്യത്തെ ആളുകളൊക്കെ തന്നെ എൻഗേജ് ചെയ്യാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും പല പോളിസീസിലും അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിക്കാനും പബ്ലിക് ഒപ്പീനിയൻ ബേസിക്കലി ഒരു ഡെമോക്രസിയുടെ ഒരു കറക്റ്റ് മോഡലായിട്ട് അവർക്ക് ഇതിനെ പ്രസന്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഈ ഒരു, എന്നെ പലരും സംഘീയ എന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ആക്റ്റീവ് പൊളിറ്റിക്സൊന്നും ഞാനില്ല. ബട്ട് ബേസിക്കലി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ട് അവരുടെ ഒരു മോഡൽ, അവരുടെ വിഷൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം മൻ കി ബാത്ത് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള പോളിസി ഇംപ്ലിമെൻറ്റേഷനിലെ ആളുകളോട് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ, എന്നിട്ട് മാത്രമാണ് ആ പോളിസിയിലേക്ക് അവരെത്തുന്നത്. അപ്പോൾ അത്രയും ഒരു എന്താ പറയുക പബ്ലിക് ഒപ്പീനിയൻ ഇത്ര അധികം സ്പേസ് കൊടുത്തൊരു സർക്കാരിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് എന്താ പറയുക, ഞാൻ ആ ഒരു റൈറ്റ് ലീനിങ് ആയി മാറിക്കഴിഞ്ഞു. കാരണം അത്രയും ഒരു എന്താ പറയുക കോമ്പറ്റൻറ്റ് മോഡലാണ് ഇവിടെ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചത്, ഒരു ഗവർണൻസ് മോഡൽ അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. പുതിയ ഇന്ത്യയാണത്. യെസ്.